ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഓരോ നദികളെ കുറിച്ചും വ്യക്തമായും തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. ഇതിൽ ആദ്യത്തേത് ഹിമാലയൻ നദികളെ കുറിച്ചാണ്. ബ്രഹ്മപുത്രയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. ധൻസിരി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ധൻസിരി ഏതിന്റെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. നരനാരായൺ സേതു ഏത് നദിയിലാണുള്ളത്? ബ്രഹ്മപുത്ര. നരനാരായൺ സേതു ഏത് നദിയിലാണുള്ളത്? ബ്രഹ്മപുത്രയിൽ. പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര. പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി 916 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ഒഴുകുന്നത് 917 കിലോമീറ്റർ ദൂരമാണ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, ആസാം. ബ്രഹ്മപുത്ര ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, ആസാം. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയെയാണ്. ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. സാദിയ ദുബ്രിയാണത്. ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് സാങ്മു ഡാം. ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് സാങ്മു ഡാം. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം കണ്ടെത്തിയത് ഹെഡിൻ സ്വെൻ ആൻഡേഴ്സ് ആണ്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം കണ്ടെത്തിയത് ഹെഡിൻ സ്വെൻ ആൻഡേഴ്സ് ആണ്. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്നത് അസാമാണ്. ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസാം. അസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ബ്രഹ്മപുത്ര നദിയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സംയോജിച്ചുണ്ടാകുന്ന മേഘ്നയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്ന് അറിയപ്പെടുന്നത്. ഏത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലമുള്ളത്? ലോഹിത്. അത് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് ലോഹിത്. മാനസ സരോവർ തടാകത്തിന് സമീപം ചെമയുങ്തുങ് മഞ്ഞുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. മാനസ സരോവർ തടാകത്തിന് സമീപം ചെമയുങ്തുങ് എന്ന മഞ്ഞുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യൻ നദികളിൽ തന്നെ ഏറ്റവും ജലസമ്പന്നമായതാണ് ബ്രഹ്മപുത്ര നദി. ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായതാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഒരു പോഷക നദി കൂടിയാണ് ലോഹിത്. ബ്രഹ്മപുത്ര നദിയുടെ ഒരു പോഷക നദിയാണ് ലോഹിത്. നമ്മൾ ഏത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത് എന്ന്. ഏത് നദിയുടെ പോഷക നദിയാണ്? തീസ്ത. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് തീസ്ത. ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഉള്ളത്. ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രമുള്ളത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ബ്രഹ്മപുത്ര. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ബ്രഹ്മപുത്ര. കാസിരംഗ ഏത് നദിയുടെ തീരത്താണുള്ളത്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കാസിരംഗ ഉള്ളത്. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? നംച പർവ്വ.
ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? നംജപർവ. ഏത് ഇന്ത്യൻ നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദിയെയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്ന് അറിയപ്പെടുന്നത്. അസാം എന്ന ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. അസാം എന്ന സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ഗുവാഹത്തി എന്നത് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി ഉള്ളത്. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സംഗമിച്ചുണ്ടാകുന്ന ജലപ്രവാഹത്തിന്റെ പതനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സംഗമിച്ചുണ്ടാകുന്ന ജലപ്രവാഹത്തിന്റെ പതനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ബ്രഹ്മപുത്രയെ കുറിച്ച് പഠിച്ചു. അടുത്തത് നമുക്ക് ഗംഗയെ കുറിച്ച് പഠിക്കാം. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ്. ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പദ്മ. ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പദ്മ. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണുള്ളത്? ഗംഗ. ഗംഗാ നദിയിലാണ് ഫറാക്ക ബാരേജ് ഉള്ളത്. ഭഗീരഥി, അജയ് എന്നീ നദികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് ഹുഗ്ലി. ഭഗീരഥി, അജയ് നദികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് ഹുഗ്ലി. അളകനന്ദ ഗംഗാ നദിയിലാണ് വന്നു ചേരുന്നത്. അളകനന്ദ ഏത് നദിയിലാണ് വന്നു ചേരുന്നത്? ഗംഗാ നദിയിലാണ്. അളകനന്ദയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് ബദ്രിനാഥ്. അളകനന്ദയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് ബദ്രിനാഥ്. മഹാകാളി കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. മഹാകാളി കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. ഇന്ത്യയിൽ ഗംഗാതടത്തിന്റെ വിസ്തീർണം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ഗംഗാതടത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ളത് ഗംഗയ്ക്കാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗാ നദിക്കാണ്. അളകനന്ദയും ധൗളിഗംഗയും യോജിക്കുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. അളകനന്ദയും ധൗളിഗംഗയും യോജിക്കുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. എങ്കിൽ അളകനന്ദയും പിണ്ടാറും യോജിക്കുന്ന സ്ഥലം ഏതാ? കർണപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും യോജിക്കുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. ത്രിവേണി സംഗമം അലഹാബാദിലാണുള്ളത്. ത്രിവേണി സംഗമം എവിടെയാണ്? അലഹാബാദ്. അളകനന്ദ ഉത്ഭവിക്കുന്നത് ശതോപാന്ത് ഹിമാനി എന്നിടത്താണ്. അളകനന്ദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശതോപാന്ത് ഹിമാനിയിലാണ്. ഗംഗാ നദിയുടെ ശുചീകരണത്തിനായി കേന്ദ്ര സർക്കാർ 2014 നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഗംഗാ നദിയുടെ ശുചീകരണത്തിനായി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കിയത് 2014 ആ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. നമാമി ഗംഗ പദ്ധതി നടപ്പാക്കിയത് നരേന്ദ്രമോദിയാണ്. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അളകനന്ദയും മന്ദാകിനിയും യോജിക്കുന്നത് രുദ്രപ്രയാഗിലാണ്. അളകനന്ദയും മന്ദാകിനിയും യോജിക്കുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഏറ്റവും വലിയ നദിയും ഗംഗ തന്നെയാണ്. ഇന്ത്യയുടെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗംഗയാണ്. ഇന്ത്യയുടെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദീതടമാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയുടെ നീളം വരുന്നത് 2510 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയുടെ നീളം 2510 കിലോമീറ്റർ ആണ്. വിദ്യാസാഗർ സേതു, രബീന്ദ്ര സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു എന്നീ പാലങ്ങൾ ഹുഗ്ലി നദിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വിദ്യാസാഗർ സേതു, രബീന്ദ്ര സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു എന്നീ പാലങ്ങളൊക്കെ ഉള്ളത് ഹുഗ്ലി എന്ന നദിയിലാണ്. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദിയാണ് മേഘ്ന. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദിയാണ് മേഘ്ന. ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഏതൊക്കെ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്?
അളകനന്ദ, ഭഗീരഥി. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊണ്ടിട്ടുള്ളത്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയ്ക്കാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി യമുനയാണ്. ഗംഗ, യമുന നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം നൽകണമെന്ന് വിധിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം നൽകണമെന്ന് വിധിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് കോടതി. ഗംഗാ നദിയുടെ തീരത്താണ് പാറ്റ്ന. ഗംഗാ നദിയുടെ തീരത്താണ് പാറ്റ്ന. 1986 ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത് ഏതു വർഷത്തിലാണ്? 1986. ഗംഗയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ഗംഗോത്രിയിലാണ്. ഗംഗയുടെ ഉത്ഭവ സ്ഥാനമാണ് ഗംഗോത്രി. ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ച വർഷമാണ് 1996. ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ചത് 1996 ഡിസംബർ 12. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹമായി കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹമാണ് ഭഗീരഥി. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹമായി കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹമാണ് ഭഗീരഥി. ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ. ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേർന്ന ശേഷം അറിയപ്പെട്ടിരുന്ന പേരാണ് മേഘ്ന. ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേരാണ് മേഘ്ന. ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലമാണ് അലഹബാദ്. ഗംഗയും യമുനയും സംഗമിക്കുന്നത് അലഹബാദിൽ വെച്ചാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷേഖ് ഹസീന വാജിദ്. ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷേഖ് ഹസീന വാജിദ. ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ദേവഗൌഡ. ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ദേവഗൌഡ. ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദി ഏതാണ്? ചന്ദ്രഭാഗ. ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദിയാണ് ചന്ദ്രഭാഗ. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഹിബ്ഗഞ്ച്. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഷിബ്ഗഞ്ച്. ഗംഗാ നദീ വ്യൂഹത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് ഡൽഹി. ഗംഗാ നദീ വ്യൂഹത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് ഡൽഹി. ഗംഗാ തീരത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാ? കാൺപൂരാണ്. ഗംഗാ തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഗംഗാ തീരത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാ? അതും കാൺപൂർ തന്നെയാണ്. ഗംഗാ തീരത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് കാൺപൂർ. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുന നദിക്കാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുന നദിക്കാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും ജലസമൃദ്ധമുള്ളത് ഗാഗ്രയ്ക്കാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും ജലസമൃദ്ധമുള്ളത് ഗാഗ്രയ്ക്കാണ്. ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ. ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ. ഹുഗ്ലിയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഹുഗ്ലിയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഗംഗാ നദി ബ്രഹ്മപുത്രയുമായി ചേരുന്ന ബംഗ്ലാദേശിലെ സ്ഥലമാണ് ചങ്പൂർ. ഗംഗാ നദി ബ്രഹ്മപുത്രയുമായി ചേരുന്ന ബംഗ്ലാദേശിലെ സ്ഥലമാണ് ചങ്പൂർ. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. ഹൗറ ബ്രിഡ്ജിന്റെ മറ്റൊരു പേരാണ് രബീന്ദ്ര സേതു. ഹൗറ ബ്രിഡ്ജിന്റെ മറ്റൊരു പേരാണ് രബീന്ദ്ര സേതു. ചിൻസുര നഗരം ഹുഗ്ലി നദിയുടെ തീരത്താണുള്ളത്. ചിൻസുര നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹുഗ്ലി. സെക്കൻഡ് ഹുഗ്ലി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് വിദ്യാസാഗർ സേതു ആണ്. സെക്കൻഡ് ഹുഗ്ലി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് വിദ്യാസാഗർ സേതു ആണ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയിലും ബംഗ്ലാദേശിലും. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അലഹബാദും ഹാൽഡിയയും. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അലഹബാദും ഹാൽഡിയയും.
ഡയമണ്ട് ഹാർബർ ഏത് നദിയിലാണുള്ളത്? ഹുഗ്ലി നദിയിലാണ്. ഡയമണ്ട് ഹാർബർ ഏത് നദിയിലാണുള്ളത്? ഹുഗ്ലി നദിയിലാണ്. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ. ഗംഗാ നദിയിൽ നിന്ന് ഭഗീരഥി ഹുഗ്ലി വേർപിരിയുന്നത് ഗിരിയ എന്ന സ്ഥലത്തിന് സമീപമാണ്. ഗംഗാ നദിയിൽ നിന്ന് ഭഗീരഥി ഹുഗ്ലി വേർപിരിയുന്നത് ഗിരിയ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡിലാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-ലാണ് ഗംഗ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗംഗാ ബ്രഹ്മപുത്ര പതിക്കുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഗംഗാ ബ്രഹ്മപുത്ര പതിക്കുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഹുഗ്ലിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ദാമോദർ. ഹുഗ്ലിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ദാമോദർ. മേഘ്ന പതിക്കുന്ന കടലാണ് ബംഗാൾ ഉൾക്കടൽ. മേഘ്ന പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. സുന്ദർബൻസ് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. തെഹ്രി അണക്കെട്ട് ഭഗീരഥി നദിയിലാണുള്ളത്. തെഹ്രി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണുള്ളത്. അടുത്തത് ഗാഗ്ര നദിയെ കുറിച്ച് പഠിക്കാം. അധികമൊന്നുമില്ല, കുറച്ച് പോയിന്റുകൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഗാഗ്ര നദി ഗംഗയുമായി സംയോജിക്കുന്ന പ്രദേശമാണ് ബീഹാറിലെ ചപ്ര. ഗാഗ്ര നദി ഗംഗയുമായി സംയോജിക്കുന്ന പ്രദേശം ഏതാണ്? ബീഹാറിലെ ചപ്രയിലാണ്. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗാഗ്ര. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗാഗ്ര. ഗാഗ്രയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? മാപ്ചചുങ്കോ ഹിമാനി. ഗാഗ്രയുടെ ഉത്ഭവസ്ഥാനമാണ് മാപ്ചചുങ്കോ ഹിമാനി. അയോധ്യ സരയു എന്ന നദിയുടെ തീരത്താണുള്ളത്. അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയു നദിയുടെ തീരത്ത്. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഗാഗ്ര. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഗാഗ്ര. ഫൈസാബാദ് സരയു നദിയുടെ തീരത്താണുള്ളത്. ഫൈസാബാദ് സരയു നദിയുടെ തീരത്താണുള്ളത്. ഗാഗ്ര കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഗന്ദകിനെ കുറിച്ച് പഠിക്കാം. ഗന്ദകും ഇതുപോലെ കുറച്ച് പോയിന്റുകൾ മാത്രമേ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗന്ദക് നദിയാണ്. ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദക്. ഗന്ദക് തടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധവളഗിരി. ഗന്ദക് തടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധവളഗിരി. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാ? ഗന്ദക്കാണ്. ഗന്ദക് നേപ്പാളിൽ അറിയപ്പെടുന്നത് നാരായണി എന്ന പേരിലാണ്. ഗന്ദക് തീരത്ത് നേപ്പാളിലുള്ള ദേശീയോദ്യാനമാണ് ചിത്വാൻ നാഷണൽ പാർക്ക്. ഗന്ദക് തീരത്ത് നേപ്പാളിലുള്ള ദേശീയോദ്യാനമാണ് ചിത്വാൻ നാഷണൽ പാർക്ക്. അടുത്തത് നമുക്ക് ഗോമതി എന്ന നദിയെ കുറിച്ച് പഠിക്കാം. ഗോമതിയുടെ നീളം എത്രയാ? 900 കിലോമീറ്റർ. ഗോമതിയുടെ നീളമാണ് 900 കിലോമീറ്റർ. ഗോമതി ഉത്ഭവിക്കുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലെ പിലിഭിത്തിലാണ്. ഗോമതി ഉത്ഭവിക്കുന്നത് ഉത്തർപ്രദേശിലെ പിലിഭിത്തിലാണ്. ലക്നൗ നഗരമുള്ളത് ഗോമതി നദീ തീരത്താണ്. ലക്നൗ നഗരം ഏത് നദീ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. ഗോയൽ എന്ന് പഴയ പേരുള്ള നദിയാണ് ഗോമതി. ഗോമതി നദിയുടെ ഏറ്റവും പഴയ പേരാണ് ഗോയൽ എന്ന് പറയുന്നത്. ജൗൻപൂർ ഏത് നദീ തീരത്താണുള്ളത്? ഗോമതി നദിയുടെ തീരത്താണ്. ജൗൻപൂർ ഏത് നദീ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. അടുത്തത് ഹുഗ്ലി നദിയെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഗംഗ പഠിച്ചപ്പോൾ അതിൽ കുറച്ചൊക്കെ പോയിന്റുകൾ ഹുഗ്ലിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിയിലാണ്? ഹുഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഹുഗ്ലി നദിയിലാണ് ഉള്ളത്. ഹുഗ്ലി നദീ തീരത്തുള്ള പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഹുഗ്ലി നദീ തീരത്തുള്ള പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നദിയാണ് കൊൽക്കത്തയിലെ ഹുഗ്ലി നദി. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നദിയാണ് ഹുഗ്ലി. ഗംഗാസാഗർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഹുഗ്ലി.
ഗംഗാസാഗർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ പോഷക നദികളാണ് ദാമോദർ, രൂപ്നാരായൺ. ഹുഗ്ലി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദാമോദർ, രൂപ്നാരായൺ. ഇന്ത്യയിൽ ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയിൽ ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ ഹൗറ പാലം, അതായത് രബീന്ദ്ര സേതു, ഏത് നദിയിലാണുള്ളത്? ഹുഗ്ലി നദിയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ ഹൗറ പാലം ഹുഗ്ലി നദിയിലാണുള്ളത്. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി. അടുത്തൊരു നദിയാണ് ദാമോദർ. ദാമോദർ തീരത്തുള്ള ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, അസൻസോൾ, ബൊക്കാറോ. ദാമോദർ തീരത്തുള്ള ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ദുർഗാപൂർ, അസൻസോൾ, ബൊക്കാറോ. ദാമോദർ വാലി പദ്ധതിയിലെ ആദ്യത്തെ അണക്കെട്ടാണ് തിലയ്യ ഡാം. ദാമോദർ വാലി പദ്ധതിയിലെ ആദ്യത്തെ അണക്കെട്ടാണ് തിലയ്യ ഡാം. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി. ജാർഖണ്ഡിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ജാർഖണ്ഡിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ. എങ്കിൽ ദാമോദർ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ബംഗാൾ. ദാമോദർ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡും ബംഗാളും. തെനുഗട്ട് ഡാം ഏത് നദിയിലാണുള്ളത്? ദാമോദർ. തെനുഗട്ട് ഡാം ദാമോദർ നദിയിലാണുള്ളത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയും ദാമോദർ തന്നെയാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയും ദാമോദറാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. ദാമോദർ നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ നദിയുടെ. അടുത്തത് മഹാകാളി എന്ന നദിയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി ശാരദാ നദിയിൽ, അതായത് മഹാകാളി നദിയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടാണ് പഞ്ചേശ്വരൻ അണക്കെട്ട്. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി ശാരദാ നദിയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടാണ് പഞ്ചേശ്വർ അണക്കെട്ട്. ഉത്തരാഖണ്ഡിലാണ് മഹാകാളി ഉദ്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്താണ് മഹാകാളി നദി ഉദ്ഭവിക്കുന്നത്. മഹാകാളി നദിയുടെ മറ്റൊരു പേരാണ് ശാരദ. അതിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാകാളി എന്ന് പറയുന്നത് ശാരദാ നദി തന്നെയാണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി. ഗാഗ്ര എന്ന നദിയിലാണ് മഹാകാളി ലയിക്കുന്നത്. ഗാഗ്ര നദിയിലാണ് മഹാകാളി ലയിക്കുന്നത്. അടുത്തത് നമുക്ക് യമുന നദിയെ കുറിച്ച് പഠിക്കാം. ബേത്വ നദിയുടെ പ്രാചീന നാമമാണ് ബേത്രാവതി. ബേത്വ നദിയുടെ പ്രാചീന നാമം ഏതാണ്? ബേത്രാവതി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ? ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന. നമ്മൾ ഈ ഗംഗ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? യമുന നദിയാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിലാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം വരുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിലാണ്. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. യമുന നദി പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് കാളിന്തി എന്ന പേരിലാണ്. ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ യമുനയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് സിഗ്നേച്ചർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ യമുനയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് സിഗ്നേച്ചർ ബ്രിഡ്ജ്. മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ട് യമുന നദീ തീരത്താണുള്ളത്. മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണുള്ളത്? യമുന നദിയുടെ തീരത്താണ്.
യമുനയുടെ തീരത്തുള്ള നഗരങ്ങൾ ഡൽഹി, ആഗ്ര, മധുരയാണ്. യമുനയുടെ തീരത്തുള്ള നഗരങ്ങളാണ് ഡൽഹി, ആഗ്ര, മധുര. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുന നദിക്കാണ്. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുന നദിക്കാണ്. അവസാനത്തെ ചോദ്യമാണ്, ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ തീരത്താണ് ഡൽഹി ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ്. മറ്റു നദികളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.